ബാറ്റിൽ ഫോർ ഇന്ത്യയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെയാണ് ഈ പരിപാടി കടന്നുപോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ജനാധിപത്യ സംരക്ഷണം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമാണ്. ഒരു സർക്കാർ 10 വർഷം പൂർത്തിയാക്കിയ മോദി സർക്കാർ ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നു എന്ന ഗുരുതര പ്രശ്നം ഉയരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക്, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത വിധം അതിൻ്റെ നേതാക്കൾ വേട്ടയാടപ്പെടുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നു, സാംസ്കാരിക പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നു, ഇവരെ ജയിലിൽ അടയ്ക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അതാരുടേതാണ്? ആ പേരാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി, ഇന്ന് ഈ അടിച്ചമർത്തലിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്നു. കാരണം എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിയ ഒരു കാലമാണല്ലോ കടന്നു പോകുന്നത്. ആ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെ ഈ പോരാട്ടങ്ങളുടെ നായകനാകുന്നു എന്ന കഥയാണ് ഇന്ന് ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ ഞങ്ങൾ പ്രേക്ഷകരോട് പറയുന്നത്. ജനാധിപത്യ സംരക്ഷണത്തെക്കുറിച്ച് ഏറ്റവും അധികം രാജ്യത്ത് ഇതിനു മുൻപ് വർത്തമാനം നടന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷമാണ്. ഇപ്പോഴൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന കാലമാണ് എന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും. അതായത് വിമർശിക്കുന്നവരോട് തീരെ സഹിഷ്ണുതയില്ലാത്തൊരു കാലമാണ് കടന്നു പോകുന്നത്. വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കുക, അല്ലെങ്കിൽ അവരെ ഏത് വിധേനയും ഒതുക്കുന്ന ഒരു കാലം. പക്ഷേ അതിന് എല്ലാത്തിനും കാലം ഒരു മറുപടി നൽകും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് വരുന്നു, അതുപോലെ തന്നെ പ്രവീർ ബുർഗായസ്ത് വരുന്നു, ഗോവിന്ദ് നവലാഖ വരുന്നു, ഗൗതം നവലാഖ വരുന്നു. അങ്ങനെ ഒരു നീണ്ട നിരയുണ്ട് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ അരവിന്ദ് കെജ്രിവാളിലൂടെ, ആ രാഷ്ട്രീയ ജീവിതത്തിലൂടെ നമ്മൾക്ക് ഈ പരിപാടിയിൽ ഈ വിഷയത്തിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാം. दिल्ली के लोकप्रिय मुख्यमंत्री अरविंद केजरीवाल. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവ പ്രതിഭാസം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാറി പൂർണ്ണമായും ആധുനികവും വ്യത്യസ്തവുമായ ഒരു പാർട്ടി. ലോകമെങ്ങും ഉയർത്തെഴുന്നേറ്റ ജനസഞ്ചയ രാഷ്ട്രീയത്തിന്റെ തുടർച്ച. ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. 4 जून को मोदी सरकार वापस नहीं आ रही है, सब लोग बता रहे हैं. ഹരിയാനയിലെ ഹിസാറിൽ ഒരിടത്തരം മാർവാടി കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഖരഗ്പൂർ IIT-യിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ടാറ്റ സ്റ്റീൽസിൽ ഉദ്യോഗസ്ഥനായ അരവിന്ദ് കെജ്രിവാൾ 1992-ലാണ് സിവിൽ സർവീസ് ലഭിച്ച് ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവേശിച്ചത്. ആദായനികുതി വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായിരിക്കെ 2006-ൽ വിരമിക്കുന്നത് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങാനുള്ള ആവേശത്താൽ. അധികാര രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ വേരറുക്കാൻ ജൻലോക്പാൽ ബിൽ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹത്തിനിറങ്ങിയപ്പോൾ അണ്ണാ ഹസാരെയുടെ ഉടവാളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. 2011 ആഗസ്റ്റ് 16-ന് കെജ്രിവാൾ അറസ്റ്റിലായ ശേഷം പുറത്തു വന്നത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയവുമായാണ്. ഹസാരെ കൂടെ നിന്നില്ലെങ്കിലും ഡൽഹിയിലെ ചേരി നിവാസികളും സാധാരണക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും ഒപ്പം നിന്നു. 2012 നവംബർ 26-ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തൂത്തുവെടിപ്പാക്കാനുള്ള ചൂലിയുയർത്തി केजरीवाल സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചു. हम उन सभी लोगों को अपना फाउंडर ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെജ്രിവാളിനെ മുഖ്യധാരാ പാർട്ടികൾ അവഗണിച്ചെങ്കിലും ഡൽഹി ജനത അവരോധിച്ചു. ഒരു വയസ്സുമാത്രം പ്രായമായ തന്റെ പാർട്ടിയുമായി കെജ്രിവാൾ 1.5 പതിറ്റാണ്ട് കാലം ദില്ലിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിലംപരിശാക്കി. ദീക്ഷിതിന്റെ പാർട്ടിയുടെ കൂടി പിന്തുണയോടെ കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. मैं अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि मैं ലോക്പാൽ ബിൽ UPA സർക്കാർ അവഗണിക്കുന്നുവെന്ന് പറഞ്ഞ് 49 ദിവസത്തിന് ശേഷം കെജ്രിവാൾ രാജിവെച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നരേന്ദ്രമോദിയോട് നേരിട്ട് പോരാടി പരാജയപ്പെട്ട കെജ്രിവാൾ 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി ഉയർത്തെഴുന്നേറ്റു. 70-ൽ 67 സീറ്റ്. BJPക്ക് വെറും 3 സീറ്റ്. 3.5 പതിറ്റാണ്ട് ദില്ലി ഭരിച്ച കോൺഗ്രസിന് വട്ടപൂജ്യം. വാഗ്ദാനം പാലിക്കുന്ന മുഖ്യമന്ത്രിയായി കെജ്രിവാൾ ജനഹൃദയത്തിൽ ഇടം നേടി. हम दिल्ली को ऐसा शहर बना सकते हैं जिसके ऊपर गरीब और अमीर दोनों गर्व करेंगे. പാവങ്ങൾക്ക് വൈദ്യുതിയും കുടിവെള്ളവും സൗജന്യമായി, വനിതകൾക്ക് യാത്രാ സൗജന്യവും ലഭിച്ചു.
10ാം വർഷം ആം ആദ്മി പഞ്ചാബും വെട്ടിപ്പിടിച്ചു. ഹരിയാനയിലേക്കും രാജസ്ഥാനിലേക്കും ഹിമാചലിലേക്കും ഗോവയിലേക്കും ആ പാർട്ടി പടർന്നു. मेरा कसूर यह है कि मैंने आप लोगों के लिए फ्री बिजली का इंतजाम किया. നരേന്ദ്രമോദിയും BJPയുമായിരുന്നു കെജ്രിവാളിന്റെ മുഖ്യ ശത്രു. കോൺഗ്രസ് അടിയറവ് പറഞ്ഞതോടെ മോദിയും BJPയും ലക്ഷ്യമാക്കിയതും കെജ്രിവാളിനെ. മോദി പയറ്റുന്ന അടവുകൾ കെജ്രിവാളും പയറ്റി. ഹനുമാൻ ചാലിസ ചൊല്ലിയും ചുവന്ന കുറിതൊട്ടും കെജ്രിവാളും നമ്പറുകൾ ഇറക്കി. മതേതര ചിന്താഗതിക്കാർ പിണങ്ങിയെങ്കിലും പൊതുജനം പൊതുവികസന നായകനായി തന്നെ കെജ്രിവാളിനെ എതിരേറ്റു. ഷഹീൻബാഗും പൗരത്വ നിയമ ഭേദഗതിയും BJP ആയുധമാക്കിയപ്പോൾ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് കൊണ്ട് കെജ്രിവാൾ അവരുടെ വായടച്ചു. 2018 പ്രളയത്തിൽ കേരളം മുങ്ങിത്താണപ്പോൾ മോദി മുഖം തിരിച്ചെടുത്തേക്ക് ആദ്യം സഹായഹസ്തവുമായി വന്നത് കെജ്രിവാളായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടത്തിയ സമരത്തിലും കെജ്രിവാൾ മുന്നണിയിൽ നിന്നു. കെജ്രിവാൾ ഒരു വാളിനും കീഴടങ്ങില്ലെന്ന് വന്നതോടെ BJP തൊടുത്ത അവസാനത്തെ ആയുധമായിരുന്നു തിഹാർ ജയിൽ. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലെ വെളിച്ചം പൂർണ്ണമായി അണഞ്ഞിരുന്നില്ല. 1000 മടങ്ങ് ശക്തിയുള്ള പോരാളിയായി കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് തിരിച്ചെത്തി. തിഹാറിൽ നിന്ന് പടർന്നു വന്ന ആ തീയിലാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ജൂൺ 2-ന് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങിപ്പോകുമോ എന്നല്ല, ജൂൺ 4-ന് ഒരു രാജ്യമൊന്നാകെ വീണ്ടും മോദിയുടെ തടങ്കിൽ അടക്കപ്പെടുമോ മോചിക്കപ്പെടുമോ എന്നേ രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആലോചനകൾ, വിമർശനം, യോജിപ്പുകൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ബിജു മുത്തത്തി നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, മതേതരന്മാർ യോജിക്കാത്ത പലതും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതും BJP പോലൊരു തീവ്ര ഹിന്ദുത്വ സംഘടനയ്ക്കെതിരായിട്ടുള്ള സംഘ് പരിവാർ ചിന്തയ്ക്കപ്പുറത്തേക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യയുടെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ അതിൽ കാണാം. ആ വാചകത്തിൽ മതേതരന്മാർക്ക് യോജിക്കാൻ പറ്റാത്ത പലതുമുണ്ട്, പക്ഷേ എങ്കിൽ പോലും യോജിക്കാവുന്ന ഇടങ്ങളിൽ മോദി ഭരണത്തിനെതിരെ യോജിക്കുക എന്ന വലിയൊരു തന്ത്രം, അല്ലെങ്കിൽ ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ആവശ്യകത അതിൽ കാണുന്നു. ഇപ്പോൾ നമുക്ക് ദില്ലിയുടെ കാര്യം എടുക്കാം. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് 2 രാഷ്ട്രീയ ശത്രുക്കളാണുള്ളത്, എതിരാളികളാണുള്ളത്. അതൊന്ന് BJP, മറുഭാഗത്ത് കോൺഗ്രസുമാണ്. BJPയെ മുഖ്യ ശത്രുവായി കാണുന്നു. അത് ഇക്കാലത്ത് BJP ഇതര മതേതര പാർട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതിൽ കെജ്രിവാൾ നിൽക്കുകയാണ്, ആം ആദ്മി പാർട്ടി നിൽക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിലപാടാണ്. രണ്ടാമത്, അതിൻ്റെ ഭാഗമായി ദില്ലി പോലൊരു സംസ്ഥാനത്ത് BJPക്ക് 7 ലോക്സഭാ മണ്ഡലങ്ങളും അവരുടെ കയ്യിലാണ്, 19. അപ്പോൾ അതിലേക്ക് തിരിച്ചു വന്ന് അത് മുഴുവൻ പിടിച്ചെടുക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ എതിർപ്പുകൾ ഉള്ളപ്പോഴും കോൺഗ്രസുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്നു. അവിടെ ഒരു സഖ്യസാധ്യത രൂപപ്പെടുന്നു. അവിടെയാണ് വളരെ സമവായം വരുന്നത്. അതെ, ആ സമവായം വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജയിലിന് പുറത്തുണ്ടായിരുന്ന കെജ്രിവാളിനേക്കാൾ ശക്തനായിരുന്നു ജയിലിനകത്തുണ്ടായിരുന്ന കെജ്രിവാൾ. അത് BJP സർക്കാരിൻ്റെ കണക്കൂട്ടലുകൾ പിഴച്ചുപോയ ഒന്നാണ്. പ്രതിപക്ഷ രാഷ്ട്രീയത്തെ കുറെ കൂടി ശരിയാം വിധം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് കെജ്രിവാൾ എന്ന വ്യക്തി, നേതാവ്, ആ പേര്, ആ പോരാട്ടം വളരെ സുപ്രധാനമാണ്. KJ ജേക്കബ് അതേക്കുറിച്ച് പറഞ്ഞത്, മാധ്യമപ്രവർത്തകനായ KJ ജേക്കബ് പറഞ്ഞത് നമുക്കൊന്ന് അല്ലേ കേൾക്കാം. നമ്മുടെ നാട്ടിൽ നിയമം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത്, ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിൽ ഏറ്റവും ഗംഭീരമായ തെളിവുകളിലൊന്നായിട്ട് നമ്മൾ ഡൽഹി എക്സൈസ് കേസിനെ കാണേണ്ടി വരും. ഈ കേസിൽ പ്രധാനപ്പെട്ട 4 ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ അറസ്റ്റിലായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അവരുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അവിടുത്തെ ഒരു മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ, പിന്നെ അവരുടെ രാജ്യസഭ MP ആയിരുന്ന സഞ്ജയ് സിംഗ്. 4 നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ. പിന്നെ അതുകൂടാതെ ബിസിനസ്സുകാർ ധാരാളം പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് സുപ്രീം കോടതി വളരെ ഡിസൈസീവായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ നടത്തിയത്. അതിൽ അവർ പറഞ്ഞത് 2 വർഷമായിട്ട് ഏതായാലും അന്വേഷിക്കുന്ന കേസല്ല, ഒരു 21 ദിവസം അദ്ദേഹം പുറത്തു പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അതിൽ ജാമ്യം കൊടുത്തത്. വളരെ അസാധാരണമായൊരു നടപടിയായിരുന്നു. രാഷ്ട്രീയമായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ചും വലിയ ഒരു നേട്ടമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത മണ്ടത്തരങ്ങളിലൊന്നായിട്ട് വേണം അതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊതുവെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അധികാര ദുർവിനിയോഗം, നിയമത്തിൻ്റെ ദുരുപയോഗം, ഇതിനൊക്കെയുള്ള ഒരു തെളിവായിട്ട് സാധാരണ മനുഷ്യർക്ക് മുമ്പിൽ ഇത് മുമ്പോട്ട് വെക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ KJ ജേക്കബ് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം.
കെജ്രിവാൾ എങ്ങനെ BJPയുടെ ശത്രുസ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് കെജ്രിവാൾ ജയിലിനകത്തേക്ക് പോകുന്നത് എന്നതടക്കം നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് 2 വർഷം മുൻപ് തുടങ്ങിയ ഒരു മദ്യനയ കേസ് നമുക്കറിയാം. അതായത് സർക്കാർ മേഖലയിലെ ചില്ലറ വിൽപ്പനശാലകൾ ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു എന്നതായിരുന്നു അതിൽ ഉയർന്നു വന്ന വിമർശനം. ലഫ്റ്റനന്റ് ഗവർണർ അഴിമതി ആരോപണം ഉയർന്നു. അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ വളരെ വേഗത്തിൽ ഉത്തരവിടുന്നു. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ലഫ്റ്റനന്റ് ഗവർണറുടെ ആ ഉത്തരവ് വരുന്നതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി ജൂലൈ 31 2022 ജൂലൈ 31. അതായത് ഇത് വിവാദമാകുന്നു, മദ്യനയം പിൻവലിക്കുന്നു സർക്കാർ. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അതിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 17 ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അടക്കം 15 പേർക്കെതിരെ CBIയുടെ കേസ്. അവിടെയാണ് തുടക്കം അല്ലെ. 2022 ഓർക്കേണ്ടത് 2022 ഓഗസ്റ്റ് 17 2024 മാർച്ച് 21 കെജ്രിവാളിനെ പിടികൂടുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. CBI തൊട്ട് പുറകെ ഓഗസ്റ്റ് 22 ED കേസെടുക്കുകയാണ്. സ്വാഭാവികം. അതായത് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ കേസിനെ കൊണ്ടുപോവുകയാണ് ഈ അന്വേഷണ ഏജൻസികൾ. ഒക്ടോബർ 17 മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്തു. ആദ്യത്തെ പ്രധാനപ്പെട്ട ഇടപെടൽ 2022 ഒക്ടോബറായി കാര്യങ്ങൾ. അടുത്ത വർഷത്തിലേക്ക് കടന്നു 2023 ഫെബ്രുവരി 26 മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്യുന്നു. ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. മാർച്ച് 8 വനിതാ ദിനത്തിന് EDയും അറസ്റ്റ് ചെയ്യുന്നു മനീഷ് സിസോദിയ. ഇതിപ്പോ ഇന്ന് രാജ്യത്ത് കാണുന്ന സ്വാഭാവിക നടപടിയാണ്. മാർച്ച് 11 കവിത, BRSന്റെ നേതാവ് ചന്ദ്രശേഖർ, തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയാണ്. തൊട്ടുപുറകെ 16 അരവിന്ദ് കെജ്രിവാളിനെ CBI ആദ്യഘട്ടത്തിൽ ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടുപുറകെ വരുന്നതെന്ന് വെച്ചാൽ ആം ആദ്മിയുടെ MP ആയ സഞ്ജയ് സിംഗ്. അല്ല, ഏപ്രിൽ കഴിഞ്ഞ് പിന്നീട് അതിങ്ങനെ കുറെ നാൾ ഇങ്ങനെ നടക്കുകയാണ്, ഒന്നുമില്ലാതെ അതങ്ങ് ശൂന്യതയിൽ നിൽക്കുന്നു. അവിടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതോടുകൂടി ഈ കേസിനെ സമീപിക്കുന്ന രീതി മാറുകയാണ്. സഞ്ജയ് സിംഗ് MP ആണ്. സഞ്ജയ് സിംഗ് അറസ്റ്റിലാവുന്നു ഒക്ടോബർ 4. 6 മാസം ജയിലിൽ കിടന്നു. അതിന് ജാമ്യം കിട്ടിയത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുപ്രീം കോടതി പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ED വല്ലാതെ എന്ന അന്വേഷണ ഏജൻസിയെ ഏറ്റവും അധികം സംശയിപ്പിക്കാൻ ഇട നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ജാമ്യം നൽകുന്നത് 6 മാസത്തിന് ശേഷം. ഒക്ടോബർ 30 അരവിന്ദ് കെജ്രിവാളിന് EDയുടെ ആദ്യ സമൻസ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? സമൻസുകളുടെ ഒരു പരമ്പര. ഒരു 9 സമൻസോളം അയക്കുന്നുണ്ട് കെജ്രിവാളിന്. ഇതുപോലെ നിരന്തരം സമൻസ് അയച്ച ഒരാളാണ് തോമസ് ഐസക്. തോമസ് ഐസക് അതിനെല്ലാം നിയമപരമായി ചോദ്യം ചെയ്ത് അതൊക്കെ റദ്ദ് ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. മാർച്ച് 15 2024 ഈ വർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് വരുന്നു. കവിതയെ ED അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന്. പറഞ്ഞു തീർന്നില്ല. 2024 മാർച്ച് 21 ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലാകും. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാർച്ച് 21 കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. ഏപ്രിൽ 19 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏതാണ്ട് 1.5 മാസക്കാലം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് രംഗം നിഷേധിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന നിലയിൽ 2024 മെയ് 10 കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോഴേക്കും എത്രയോ ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. 3 ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞു. അവിടെയാണ് മനു സുപ്രീം കോടതി പറഞ്ഞത്, ഈ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുമില്ലേ, അദ്ദേഹത്തിനുമില്ലേ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമില്ലേ, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് പോകൂ എന്ന് സുപ്രീം കോടതി പറയുന്ന വളരെ അനിതരസാധാരണമായിട്ടുള്ളൊരു ഇടപെടലാണ് നമ്മൾ കണ്ടത്. അന്ന് വരെ ദില്ലി മുഖ്യമന്ത്രി മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു നായക സ്ഥാനത്തേക്ക് വരികയും ഈ ജനാധിപത്യ സംവിധാനങ്ങളെ അടിച്ചമർത്തിയതിന്റെ ഇരയാണ് അദ്ദേഹം എന്ന രീതിയിൽ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ ഇന്ത്യ മുന്നണിക്ക് പറ്റി. അവിടെ ഒരു രസകരമായ കാര്യം, വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ഈ കാലത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നത് മുമ്പ് പറഞ്ഞതിലുണ്ട്. അതായത് ഈ ദില്ലി മദ്യനയ കേസ് എന്നത് രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയും ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വലിയൊരു കൗതുകം. അത് ഒരു നിർണായക ഘട്ടത്തിൽ കെജ്രിവാളിനെ ജയിലിൽ എത്തിക്കുന്ന, ജയിലിൽ കയറ്റുന്ന വിധത്തിലേക്ക് അതിനെ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ പരാതി തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. അതിൽ പിന്നീട് BJP. അപ്പോൾ അതിന് സഹായകരമായി ദില്ലി പോലീസിനെ ഇറക്കി കളിക്കാൻ മോദി സർക്കാരിന് ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടും BJPക്കെതിരായ ഫൈറ്റിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ ദില്ലിയിൽ സന്നദ്ധമായി എന്നുള്ളത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യോജിക്കാൻ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ യോജിക്കുക എന്നൊരു വലിയ ആവശ്യകത ഇന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഈ ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും കാതലായ ആവശ്യത്തെ ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കേസ് മാത്രമല്ല, എങ്ങനെ കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുകൂടി ആ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു വെക്കാം. ഓക്കെ, ആ റിപ്പോർട്ട് കാണാം. भारत माता की, मैंने कहा था ना मैं जल्दी आऊंगा, मैंने कहा था ना जल्दी आऊंगा, आ गया.
2014 ദില്ലിയിൽ അധികാരം പിടിച്ചെടുത്തതോടെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഇന്ത്യ മുഴുവൻ അറിയാൻ തുടങ്ങിയത്. അഴിമതിക്കെതിരായ പോരാളി എന്ന മുഖവും ദില്ലിയിൽ നടപ്പാക്കിയ മൊഹല്ല ക്ലിനിക് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും കെജ്രിവാളിനെ ജനകീയനാക്കി. ആം ആദ്മി ദില്ലിയിൽ അധികാരം പിടിച്ചതിനു ശേഷം നേരിട്ട രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും വന്നു. സൗജന്യ വൈദ്യുതി, വെള്ളം എന്നിവയും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യനാക്കി. പിന്നീട് ദില്ലിക്ക് പുറമെ പഞ്ചാബിലേക്കും ആം ആദ്മി വളർന്നതോടെ കെജ്രിവാൾ BJPയുടെ കണ്ണിലെ കരടായി. പഞ്ചാബിൽ അധികാരം പിടിച്ച ശേഷമുള്ള കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. भगत सिंह ने एक बारी कहा था, भगत सिंह ने कहा था, आजादी मिलने के बाद अगर हमने सिस्टम नहीं बदला, केवल अंग्रेजों को देश से भगा दिया और सिस्टम नहीं बदला तो कुछ नहीं होने वाला। दोस्तों, दुख की बात है कि पिछले 75 साल से इन पार्टियों ने और इन नेताओं ने वो अंग्रेजों वाला सिस्टम रखा हुआ था, लूट रहे थे देश को. ദില്ലി മെട്രോ ചാർജ് വർധനയിലും കോവിഡ് സാഹചര്യത്തിലെ ഓക്സിജൻ ക്ഷാമത്തിലും ഉൾപ്പെടെ മോദി സർക്കാരിനെതിരെ കെജ്രിവാൾ വലിയ നിയമ പോരാട്ടമായിരുന്നു നടത്തിയത്. മോദി സർക്കാരിനെ ലഫ്റ്റനന്റ് ഗവർണറെ വെച്ച വേട്ടയാടാൻ നോക്കിയപ്പോഴും ദില്ലി സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോഴും കെജ്രിവാൾ മോദിയുമായി കൊമ്പുകോർത്തു. ഇതിനിടയിലായിരുന്നു കെജ്രിവാളിനെ വേട്ടയാടാൻ ദില്ലി മദ്യനയ അഴിമതി മോദി സർക്കാരിന് ആയുധമായി ലഭിച്ചത്. 2 വർഷം എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ കെജ്രിവാളിനെ തന്നെ ജയിലിലടച്ചെങ്കിലും അവിടം കൊണ്ടു നിർത്താൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. 51 ദിവസത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒടുവിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കെജ്രിവാളിനെ ജയിലിന് പുറത്തേക്ക് വിട്ടപ്പോൾ മോദി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി അത് മാറി. बड़ी बड़ी पार्टियों के अगर 4 टॉप के नेता जेल चले जाएं, पार्टी खत्म हो जाती है. आम आदमी पार्टी के 4 टॉप के नेता इन्होंने जेल भेज दिया. उन्होंने सोचा कि पार्टी खत्म हो जाएगी, लेकिन ये पार्टी नहीं है, ये एक सोच है. जितना ये खत्म करना चाहते हैं उतना ये बढ़ती जाती है, उतना ये बढ़ती जाती है. ये क्रश करना चाहते हैं प्रधानमंत्री जी आम आदमी पार्टी को. പിന്നീടങ്ങോട്ട് പ്രതിപക്ഷ മുന്നണി ഇന്ത്യക്ക് കരുത്തു പകരുന്ന ഒരു പോരാളിയായി തന്നെയാണ് കെജ്രിവാൾ ശക്തമായി മുന്നോട്ടു പോകുന്നത്. ജയിലിൽ നിന്ന് വന്ന ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വളരെ ശക്തമായിരുന്നു. 75 വയസ്സ് പൂർത്തിയായാൽ മോദി എങ്ങനെ അധികാരത്തിൽ തുടരും? നമ്മൾ ഒന്നാം എപ്പിസോഡ് ചോദിച്ചതാണ്. BJP അവർക്ക് 75 വയസ്സ് എന്ന പ്രായപരിധി വെക്കുമ്പോൾ അത് മോദിക്കും ബാധകമല്ലേ എന്ന നിലയിൽ ഒരു ചോദ്യം ആ പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കുന്ന അസ്വസ്ഥപ്പെടുത്തി ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രചാരണം, മുംബൈയിൽ ഗംഭീരമായ റാലിയും, ഹരിയാന, അപ്പോൾ ദില്ലി. അപ്പോൾ അതായത് നമുക്കറിയാം ആപ്പിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ നഗരവും നഗരയുവത്വവും ഒക്കെയാണല്ലോ. ആ മേഖലകളിൽ വലിയ തോതിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. നീതിപീഠത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രബീർ പുർഗായസ്ത. ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകനാണ്, രാജ്യമേറെ ആദരിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്, ശാസ്ത്ര പ്രചാരകനാണ്, ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പുരോഗമന ആശയങ്ങളെ ഏറ്റവും ശക്തം. മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത് എന്ന ഏറ്റവും വലിയ വിമർശനം ആ സർക്കാരും BJP നേരിടുന്ന ഘട്ടത്തിൽ അതിൻ്റെ മറ്റൊരിരയാണ് തടവറകൾ പൊളിയുന്നു എന്നതായി എഴുതി കാട്ടുന്നത് പോലത്തെ ഒരു സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ. അതായത് 2023 ഒക്ടോബർ 3 പ്രബീർ പുർഗായസ്തയെ പിടികൂടുന്നത്, ജയിലിലടയ്ക്കുന്നത് റെയ്ഡിനു ശേഷം. 2021 മറ്റിൽ ന്യൂസ് ക്ലിക്കിൻ്റെ ഓഫീസിൽ ഏറ്റവും അധിക കാലം നീണ്ട റെയ്ഡ് 5 ദിവസമായിരുന്നു. എന്തിനാണ് ആ റെയ്ഡ്? 100-ൽ പരം മണിക്കൂറുകൾ റെയ്ഡ്, ഒന്നും കണ്ടെത്താനായില്ല. എത്രയോ നാളുകളായി അന്വേഷണ ഏജൻസികൾ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനെല്ലാം നിയമപരമായി അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അതിലൊന്നും ഗുണപരമായി പോകാൻ കഴിയാതെ വന്ന കാലത്താണ് ED എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമുക്കറിയാം അറസ്റ്റ് വിലക്കൊക്കെ ഉണ്ടായിരുന്നു ദില്ലി പോലീസിന് നേരെ കോടതിയുടെ വിലക്ക്. പക്ഷേ EDയുടെ നിയമങ്ങൾ നമുക്കറിയാം, അത് ആദ്യഘട്ടങ്ങളിൽ നീതിപീഠങ്ങൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധം
ശക്തമാണല്ലോ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അറസ്റ്റൊക്കെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ പരാമർശങ്ങൾ ഓർമ്മയില്ലേ? മോദി സർക്കാരിന്റെ മുൻപിലേക്ക് മുഖത്തേറ്റ അടിയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് അന്ന് നമ്മൾ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ പറയും ഇത് മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയെന്ന് പറയുന്നത്. ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒക്ടോബറിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നു. മെയ് 10-ാം തീയതിയോ മറ്റുമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു വലിയ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. വളരെ ശക്തമായി തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അടിയന്തരാവസ്ഥയിൽ തന്നെ 1 വർഷക്കാലത്തോളം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ അതിനും ഭയാനകമായ ഒരു കാലമാണ് എന്നാണ് അദ്ദേഹം അടയാളപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോരാട്ടത്തിന്റെ പേരാണ് പ്രബീർ പുർക്കായസ്ഥ. ആ പോരാട്ടത്തിന്റെ ആ ജീവിത പോരാട്ടത്തിന്റെ നാൾവഴികളൊന്ന് കണ്ടാലോ? അതാണ് കീപ് ഇറ്റ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേര്. അത്ര വലിയ പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത്. തീർച്ചയായും മനു പറഞ്ഞ പോലെ നമുക്ക് ആ നാൾവഴികൾ പ്രധാനമാണ് അല്ലേ? പ്രബീർ പുർക്കായസ്ഥയും ദില്ലി പോലീസും നേർക്കുനേർ കണ്ടത് 2023 ഒക്ടോബർ 3 മാത്രമല്ല, 48 കൊല്ലത്തെ ചരിത്രമുണ്ടതിന്. 1975 സെപ്റ്റംബർ 25 രാജ്യം അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിൽ തിളച്ചുമറിയുമ്പോഴായിരുന്നു അത്. അന്ന് JNUവിൽ PG വിദ്യാർത്ഥിയായിരുന്ന പ്രബീർ പുർക്കായസ്ഥയെ ഒരു കറുത്ത അംബാസിഡർ കാറിലെത്തി SFIയുടെ സമരമുഖത്ത് വെച്ച് ഒരു സംഘം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. യൂണിഫോം ധരിക്കാതെ വന്ന പോലീസുകാരായിരുന്നു അതെന്നും ദില്ലി പോലീസിലെ DIG ആയിരുന്ന PS ബിന്ദറും അതിലുണ്ടായിരുന്നുവെന്ന് പ്രബീർ പിന്നീട് എഴുതിയിട്ടുണ്ട്. മാസങ്ങളോളം പ്രബീറിനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ പ്രബീറിനായി തെരുവിലിറങ്ങി. 1 വർഷത്തിലേറെ കാലം ജയിലിനകത്തായിരുന്ന പ്രബീർ PGയുടെ വൈവ ഉൾപ്പെടെ പൂർത്തിയാക്കിയത് ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു. ശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗഹനമായ അറിവും ശക്തമായ രാഷ്ട്രീയ നിലപാടുമുള്ള എഞ്ചിനീയറും മാധ്യമപ്രവർത്തകനുമായി പ്രബീർ പുർക്കായസ്ഥ വളരെ പെട്ടെന്ന് തന്നെ രാജ്യമാകെ അറിയപ്പെട്ടു. നവലിബറൽ കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം എങ്ങനെ നേരിട്ട് മുതലാളിത്തത്തെ സഹായിക്കുന്നുവെന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ നോളജ് ആസ് കോമൺസ് എന്ന പുസ്തകം പ്രസിദ്ധമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെയും ആണവ വിരുദ്ധ ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടങ്ങളെയും ത്വരിതപ്പെടുത്തുന്ന ചിന്തകനും കോളമിസ്റ്റുമായും അദ്ദേഹം അറിയപ്പെട്ടു. 2009 പുർക്കായസ്ഥ ആരംഭിച്ച ന്യൂസ് പോർട്ടൽ ന്യൂസ് ക്ലിക്കും ജനകീയ ശാസ്ത്ര പ്രചരണത്തിനും ശാസ്ത്രീയ ചരിത്ര ചിന്തയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. രാജ്യത്തെ വിദ്വേഷ രാഷ്ട്രീയം ഭരണകൂട രൂപമാർജിച്ചപ്പോൾ ന്യൂസ് ക്ലിക്ക് രചനാത്മകമായ പോരാട്ടങ്ങൾ ശക്തമാക്കി. സ്വയം അടിയന്തരാവസ്ഥ ഭരിച്ച മാധ്യമങ്ങൾ മോദിയുടെ കാൽക്കീഴിൽ അഭയം തേടാൻ മത്സരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയെ നേരിട്ട പ്രബീറിന്റെ ന്യൂസ് ക്ലിക്ക് ഒരു ബദൽ പോരാട്ട മാധ്യമ ചരിത്രം സൃഷ്ടിച്ചത്. പൗരത്വ ഭേദഗതി നിയമവും കർഷക പ്രക്ഷോഭവും മണിപ്പൂരും അതിന്റെ തീവ്രത ഒട്ടും ചോരാതെ ന്യൂസ് ക്ലിക്കിന്റെ മൗസ് ക്ലിക്കിലൂടെ പ്രത്യക്ഷമായി. അതോടെ പ്രബീർ സംഘപരിവാർ കണ്ണിലെ കരടുമായി. 2021 വിവിധ ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് പുനർജനിച്ചു. ചൈനയുമായി ബന്ധമുള്ള അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിംഗത്തിൽ നിന്നും നിയമാനുസൃത വഴിയിലൂടെ ഫണ്ട് ലഭിച്ചതിന്റെ സകല രേഖകളും ഹാജരാക്കിയിട്ടും ചൈന എന്ന ഒറ്റപ്പേരിൽ തൂങ്ങി UAPA ദുരുപയോഗം ചെയ്താണ് പ്രബീറിനെ മോദി സർക്കാർ അറസ്റ്റ് ചെയ്തത്. പ്രബീർ പുർക്കായസ്ഥയുടെ ആത്മകഥയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്ന പുസ്തകം അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. എല്ലാ തലമുറയും അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ? ആ ചോദ്യത്തിന് സുപ്രീം കോടതി നൽകുന്ന ഉത്തരമാകുന്നു പ്രബീറിന്റെ മോചന ഉത്തരവ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്. കീപ്പിംഗ് അപ്പ് ദി ഗുഡ് ഫൈറ്റ്. പ്രബീറിനോട് ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ്. രാജ്യത്തിന് ആവശ്യമാണ് ന്യൂസ് ക്ലിക്കിനെ പോലെ മാധ്യമ സ്ഥാപനങ്ങൾ. ദേശീയ മാധ്യമങ്ങൾ ഗോദി മീഡിയയായി മാറിയ കാലത്ത് കർഷക സമരത്തെയൊക്കെ ഏറ്റവും ശക്തമായി അടയാളപ്പെടുത്തി ഏറ്റവും ശക്തമായ റിപ്പോർട്ടുകളിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ എല്ലാമാണ് പ്രബീർ പുർക്കായസ്ഥ. നമുക്കറിയാം പടിഞ്ഞാറൻ UPയിൽ, മനു അതുകൂടി ഒന്ന് വേഗത്തിൽ, പടിഞ്ഞാറൻ UPയിൽ 2013 വലിയ വർഗീയ കലാപത്തെ തുടർന്ന് ജാട്ടുകളെയും മുസ്ലിങ്ങളെയും വളരെ കൃത്യമായി വേർതിരിച്ച് വിഭജിച്ച് രണ്ടാക്കി. പക്ഷേ ഈ കർഷക സമരമാണ് ജാട്ടുകളെയും അതുപോലെ മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ച് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പോരാട്ട വീര്യത്തെ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടിയത് ന്യൂസ് ക്ലിക്കായി. അതാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ തലവേദന, കണ്ണിലെ കരടായി മാറിയത്. ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം മുന്നോട്ട് നടത്തുമ്പോഴാണ് ഈ കണ്ട വള്ളിക്കെട്ടുമൊക്കെ ആയിട്ട് ഒരു സർക്കാർ ഇറങ്ങിയത്. പക്ഷേ അവിടെയാണ് അദ്ദേഹം അതിന് തലകുനിക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ആ ഗുഡ് ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ പ്രബീർ എന്ന് നമ്മൾ സാധ്യമായ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിശ്ചയമായും വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു മെയ് 10 അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളൊക്കെ നല്ല മാധ്യമ പ്രവർത്തനം കൈരളി തിഹാർ ജയിലിന് മുമ്പിൽ നിന്ന് നമ്മൾ തത്സമയം കൊടുത്തിരുന്നു. മറ്റാരൊക്കെ അത് ചെയ്തിരുന്നു, ആരൊക്കെ അത് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഏതൊരു മനുഷ്യനും മാധ്യമ പ്രവർത്തകനും അഭിമാനമാണ് പ്രബീർ പുർക്കായസ്ഥ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഒരു നാളാണ്, ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. അതിൽ ഓർക്കേണ്ട ഒരു പേരാണ്, ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് പ്രബീർ, മാധ്യമ പോരാട്ടത്തിൻ്റെ പ്രതീകം. അതുപോലെ ഒരാളുടെ കാര്യം കൂടി പറഞ്ഞു.
ഗൗതം നവലാഖ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈകിയെത്തിയ നീതിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. വിചാരണ കഴിയാൻ എത്രയോ കാലമെടുക്കും, അതുകൊണ്ട് ഈ മനുഷ്യന്, ഈ മനുഷ്യാവകാശ പ്രവർത്തകന് ജാമ്യം നൽകേണ്ടതാണ് എന്ന് ഭീമ കൊറേഗാവ് കേസിൽ കോടതി പറയുകയുണ്ട്. ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു. സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്താൻ രാജ്യത്ത് കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അതായത് മാവോയിസ്റ്റുകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഈ വിചാരണ നീണ്ടുപോകുന്ന കാലത്ത് ഈ മനുഷ്യരൊന്നും ഇങ്ങനെ ഈ ഇരുട്ടറയിൽ തടവറയിൽ കിടക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് പ്രൊഫസർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിലുള്ള പ്രൊഫസർ സായിബാബ, അദ്ദേഹത്തിന് ജാമ്യം. അതെ, ഈ പേരൊക്കെ നമ്മൾ ഈ കാലത്ത് ഓർത്തിരിക്കേണ്ടതാണ്. വളരെ വേദനയോടെ നമ്മൾ ഓർക്കേണ്ട പേരാണ് ഫാദർ സ്റ്റാൻ സ്വാമി. തടവറയിൽ മരണപ്പെട്ടു പോയ മനുഷ്യനാണ് എന്നുള്ളതാണ്. ആ നീതി ലഭിക്കാതെ പോയതാണ്. അവിടെയാണ് വൈകിയെത്തിയ നീതി പോലും വളരെ കൃത്യമായ ഒരു നീതിയുടെ പൊൻകിരണം യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നീതിയുടെ, മനുഷ്യാവകാശത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു കാലം എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് കാലമുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായവരുടെ കഥയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട്? നിശ്ചയമായും ഒരു വാക്കുകൊണ്ടും കൂട്ടിച്ചേർക്കാനില്ല. ഇത് ഈ രാജ്യത്തിൻ്റെ ഈ കാലത്തെ പോരാട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ആ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തെ കാലത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അപ്പോൾ നാളെ കാണാം ബാക്കി വിശേഷങ്ങളുമായി ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ.